കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എല്ലാവരുടെയും വിചാരം അതൊരു മെന്റൽ ഇൽനെസ് ആണെന്നാണ്. പക്ഷെ ആക്ച്വലി അത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. അവിടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് വേയിലായിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ കുട്ടിക്ക് അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും. ഒന്നിലും കൂടുതൽ നേരം കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുൾ ടൈം ക്ലാസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇടയിൽ സംസാരിക്കുക, അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കുക, പുറത്തെന്തെങ്കിലും കാര്യങ്ങളുണ്ട് ചുറ്റുപാടിലേക്ക് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടി ചിന്തിക്കാതെ ഓരോന്നും ചെയ്യാം. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുട്ടി ചിന്തിക്കുന്നില്ല, പെട്ടെന്ന് എടുത്തു ചാടി ഓരോന്നും ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പകുതി വെച്ച് നിർത്തുക. പിന്നെ ഓരോ ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കൈയും കാലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂ. അടങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ളത് ADHD കണ്ടീഷൻ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവര് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പൊ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരെന്ത് ചെയ്യും, അതൊന്നും പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് അത് ചെയ്യുന്നതിനുള്ളിൽ കൂടെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാതെ അതിനുള്ളിൽ കൂടി ഇവർ വേറൊരു കാര്യം ചെയ്യാൻ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് കുട്ടി മുഴുവനായിട്ട് കേൾക്കൂല. നമ്മൾ പറയുന്നതിനുള്ളിൽ കൂടെ ഇവര് ഒന്നുകിൽ ഇവർ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും, ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇടയിൽ കയറി സംസാരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്. പൊതുവെ ആൾക്കാർ പറയാ ഇത് വളർത്തുദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തിക്കാണ് പേരൻസ് കുട്ടീനെ ശരിക്കും ചീത്ത പറയാനിട്ടാണ്, നോക്കാനിട്ടാണെന്നൊക്കെ. പക്ഷെ അത് മാത്രമല്ല, അതുകൊണ്ട് മാത്രം ആണ് ഈ ADHD വരുന്നത് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ADHD വരുന്നത് നമ്മളിപ്പം ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മദേഴ്സിന് ഉണ്ടാവുന്ന പ്രഷർ, ഷുഗർ, തൈറോയിഡ്, അല്ലെങ്കിൽ ബ്ലീഡിങ്, ഇതുപോലത്തെ കണ്ടീഷൻസ് ഒക്കെ കൊണ്ടാണ് ADHD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടും ADHD വരാം. പിന്നെ ADHD ഉള്ള കുട്ടികളിൽ നെഗറ്റീവ്സ് മാത്രമല്ല, ഇവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസും ഉണ്ട്. ഇവർക്ക് IQ ലെവൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് മെമ്മറി, അതുപോലെ തന്നെ ഒബ്സർവേഷൻ സ്കിൽസ്, ഇതൊക്കെ കൂടുതലായിരിക്കും. ഇവർ പെട്ടെന്ന് ഒരു പുതിയ വഴി കൂടെ ഒരൊറ്റ പ്രാവശ്യം പോയാൽ ഇവർക്ക് പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്തിട്ട് പിന്നെ ആ വഴി കൂടെ വീണ്ടും പോവാന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ കുറെ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ നമ്മൾ അവരോട് സങ്കടപ്പെടുക എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ ലൈക്ക് ഹൈ ആയിട്ട് അവർക്ക് സങ്കടം ഫീൽ ആവും. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ എന്ത് കാര്യമായാലും അവർക്ക് ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമ്മൾ ഇത്തരം കുട്ടികളോട് ചെയ്യേണ്ടത് നമ്മൾ അവരെ പണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ചീത്ത പറയുക, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ ഇവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് എൻകറേജ് ചെയ്തിട്ട് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇത് വന്നാൽ ഇതൊരു അസുഖമാണ്, ഈ കുട്ടി എന്തോ അസുഖമുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അവർ ഇഗ്നോർ ചെയ്യാതെ അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതൊരു നോർമൽ പേഴ്സണെ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ അവർക്ക് ആ ഒരു ഫീല് വരുത്തി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.